എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം 26-ാം ദിവസമായ ഇന്ന് സുന്ദരകാന്ഡം തൃതീയ സ്കന്ധമാണ് പാരായണം ചെയ്യുന്നത്. സീതാദർശനം, വാടികാ വിധ്വംസനം, ബന്ധനം എന്നിവയാണ് പ്രതിപാദ്യ വിഷയം. ഈ പാരായണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. തുടർച്ചയായി ഇത് കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. സുന്ദരകാന്ഡം തൃതീയ സർഗം. സീതാദർശനം, വാടികാ വിധ്വംസനം, ബന്ധനം. ശ്രീമഹാദേവ ഉവാച ഉദ്ബന്ധനേന വാ മോക്ഷേ ശരീരം രാഘവം വിനാ ജീവിതേന ഫലം കിം സ്യാൻ മമ രക്ഷോധിമധ്യത. ശ്രീ മഹാദേവൻ ദേവിയോട് പറഞ്ഞു, കെട്ടിത്തൂങ്ങിയിട്ടായാലും രാഘവനെ പിരിഞ്ഞ ഈ ഉടൽ ഞാൻ വെടിയും. രാക്ഷസരുടെ നടുക്കുള്ള എൻ്റെ ഈ ജീവിതത്താൽ എന്ത് ഫലമാണുണ്ടാവുക എന്ന് സീതാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദീർഘാവേണീ മമാത്യർത്ഥമുദ്ബന്ധായ ഭവിഷ്യതി ഏവം നിശ്ചിത ബുദ്ധിം താം മരണായാഥ ജാനകീം വിലോക്യ ഹനുമാൻ കിഞ്ചിത് വിചാര്യൈതഭാഷത ശനൈ ശനൈ സൂക്ഷ്മരൂപോ ജാനക്യാ ശ്രോത്രഗംഭജ. എൻ്റെ അതിദീർഘമായ ഈ തലമുടി കെട്ടിത്തൂങ്ങാൻ യോജിച്ച കയറായി തീരട്ടെ. ഇങ്ങനെ സ്വയം മരിക്കുവാൻ ജാനകി തീരുമാനിച്ചത് കണ്ട് സൂക്ഷ്മരൂപിയായ മാരുതി അല്പമൊന്ന് ആലോചിച്ചിട്ട് ജാനകി കേൾക്കുമാറ് പതുക്കെ പതുക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇക്ഷ്വാകു വംശസംഭൂതോ രാജാ ദശരഥോ മഹാൻ അയോധ്യാധിപതിസ്തസ്യ ചത്വാരോ ലോകവിശ്രുതാഃ പുത്രാ ദേവസമാ സർവേ ലക്ഷണൈരുപലക്ഷിതാഃ രാമശ്ച ലക്ഷ്മണശ്ചൈവ ഭരതശ്ചൈവ ശത്രുഘ്നാഃ. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മഹാരാജാവാണ് അയോധ്യാധിപതിയായ ദശരഥൻ. അദ്ദേഹത്തിന് ഉലകങ്ങും പുകൾപെറ്റ 4 മക്കൾ, രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ മുതലായവർ. എല്ലാവരും ദേവതുല്യരും ലക്ഷണമൊത്തവരുമാണ്. ജ്യേഷ്ഠോ രാമപിതൃവാക്യാദണ്ഡകാരണ്യമാഗത ലക്ഷ്മണേന സഹ ഭ്രാതാ സീതയാ ഭാര്യാ സഹ ഉവാസ ഗൗതമീ തീരേ പഞ്ചവഡ്യാം മഹാമനാഃ തത്ര നീതാ മഹാഭാഗാ സീതാ ജനകനന്ദിനി. രഹിതേ രാമചന്ദ്രേണ രാവണേന ദുരാത്മന തതോ രാമോ അതിദുഃഖാർത്ഥോ മാർഗമാണോധ ജാനകീം
ജടായുഷം പക്ഷിരാജം അപശ്യത് പതിതം ഭുവി തസ്മൈ ദത്വാദിവം ശീഘ്രം ഋഷ്യമൂകം ഉപാഗമത്. ജ്യേഷ്ഠനായ രാമൻ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് ദണ്ഡകാരണ്യത്തിൽ വന്നു. ആ മഹാമനസ്കൻ സഹോദരനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയുമൊത്ത് ഗൗതമീ തീരത്ത് പഞ്ചപടിയിൽ വസിച്ചു. അവിടെ വെച്ച് രാമനില്ലാതിരുന്നപ്പോൾ മഹാഭാഗയും ജനകപുത്രിയുമായ സീത ദുഷ്ടനായ രാവണനാൽ അപഹരിക്കപ്പെട്ടു. അനന്തരം അതിദുഃഖിതനായ രാമൻ ജാനകിയെ തേടി നടക്കവേ ഭൂമിയിൽ വീണുകിടന്ന പക്ഷിരാജാവായ ജടായുവിനെ കണ്ടു. അവന് സ്വർഗം നൽകിയിട്ട് പിന്നെ ഋഷ്യമുഖാചലത്തിലെത്തി. സുഗ്രീവേണ കൃതാ മൈത്രീ രാമസ്യ വിദിതാത്മന തദ്ഭാര്യാഹാരിണം ഹത്വാ ബാലിനം രഘുനന്ദന രാജ്യാഭിഷിച്യ സുഗ്രീവം മിത്രകാര്യം ചകാരസ സുഗ്രീവസ്തു സമാനായ വാനരാൻ വാനരപ്രഭു പ്രേഷയാമാസ പരിതോ വാനരാൻ പരിമാർഗണേ സീതായാസ്തത്ര ജൈകോഹം സുഗ്രീവ സജീവോ ഹരി സമ്പാദിവചനാ ശീഘ്രമുല്ലംഘ്യ ശതയോജനം സമുദ്രം നഗരീം ലങ്കാം വിജിന്വജ്ജാനകീം ശുഭാം ശനൈരശോകവനികാം വിജിന്വൻ ശിംശപാതറും അദ്രാക്ഷം ജാനകീമത്ര ശോചന്തീം ദുഃഖസംപ്ലുതാം രാമസ്യ മഹിഷീം ദേവീം കൃതകൃത്യോഹമാഗതഃ ഇതിക്തോ പരമരാമാധ മാരുതീർ ബുദ്ധിമത്തരഃ. ആത്മജ്ഞാനിയായ രാമന് സുഗ്രീവനുമായി സഖ്യം ഉണ്ടായി. സുഗ്രീവപത്നിയെ അപഹരിച്ച ബാലിയെ കൊന്ന് ആ രഘുനന്ദനൻ സുഗ്രീവനെ നാട്ടിൽ അഭിഷേകം ചെയ്ത് മിത്രകാര്യം നിറവേറ്റി. വാനരാധിപനായ സുഗ്രീവൻ വാനര വീരന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് സീതാദേവിയെ തേടാൻ 4 പാടും അയച്ചു. അവരിൽ ഒരുവനാണ് ഞാൻ. സുഗ്രീവ സജീവനായ വാനരൻ സമ്പാദിയുടെ വചനപ്രകാരം 100 യോജന വിസ്തൃതിയുള്ള കടൽ പെട്ടെന്ന് കടന്ന് ലങ്കാനഗരിയിലെത്തി ശുഭചരിതയായ ജാനകിയെ അന്വേഷിച്ച് അശോകവനികയിൽ മെല്ലെ തിരയവേ ഈ ശിംശപാമരം കണ്ടു. ഇവിടെ ദുഃഖിതയായിരിക്കുന്ന രാമപത്നി ജാനകീദേവിയെ ഞാൻ കാണാനിടയായി. ഇവിടെ എത്തിച്ചേർന്ന ഞാൻ കൃതകൃത്യനാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം അതീവ ബുദ്ധിമാനായ മാരുതി മിണ്ടാതെയിരുന്നു. സീതാക്രമേണ തത്സർവം ശ്രുത്വാ വിസ്മയമായയൗ കിമിദം മേ ശ്രുതം വ്യോമ്നി വായുനാ സമുദീരിതം സ്വപ്നോ വാ മേ മനോഭ്രാന്തിർ യദി വാ സത്യമേവ തത് നിദ്രാമേ നാസ്തി ദുഃഖേന ജാനാം ഏതത് കുതോ ഭ്രമ. ക്രമത്താൽ പറഞ്ഞതെല്ലാം കേട്ട് സീത വിസ്മൃതിയായി. ഞാൻ കേട്ടത് ആകാശത്തു നിന്നാണോ, അതോ കാറ്റ് വന്നതിനോട് പറഞ്ഞതാണോ, അതോ കിനാവാണോ, അതോ എൻ്റെ ബുദ്ധിഭ്രമമാണോ, അതോ ഇത് യാഥാർത്ഥ്യം തന്നെയാണോ? ദുഃഖം കൊണ്ട് എനിക്ക് ഉറക്കമില്ലല്ലോ, അതുകൊണ്ട് സ്വപ്നമല്ല. കേട്ടത് അറിയാവുന്നതായതിനാൽ എങ്ങനെ ഭ്രമമാകും? ഏനമേ കർണപീയൂഷം വചനം സമുദീരിതം സദൃശ്യതാം മഹാഭാഗ പ്രിയവാദീ മമാഗ്രത ശ്രുത്വാ തജ്ജാനകീ വാക്യം ഹനുമാൻ പത്രഖണ്ഡത അവതീര്യ ശനൈ സീതാപുരത സമവസ്ഥിത. എൻ്റെ കാതിന് അമൃതതുല്യമായ വചനങ്ങൾ ആരാണ് ഉരച്ചത്? ആ പ്രിയഭാഷിയായ പൂജനീയൻ എൻ്റെ മുന്നിൽ വരട്ടെ, ഞാനൊന്ന് കാണട്ടെ. ജാനകി വാക്കുകൾ കേട്ട് മാരുതി മെല്ലെ ഇലച്ചില്ലകൾക്കിടയിൽ നിന്ന് ഇറങ്ങി സീതയുടെ മുമ്പിൽ വന്നു നിന്നു. കലവിംഗ പ്രമാണാങ്കോ രക്താസ്യ പീതവാനര നനാമശനകൈ സീതാം പ്രാഞ്ചലി പുരതസ്ഥിത. കുരുവിയെ പോലെ ചെറിയ രൂപത്തിൽ ചുവന്ന മുഖമുള്ള ആ മഞ്ഞക്കുരങ്ങൻ മെല്ലെ സീതയെ വണങ്ങിയിട്ട് കൈകൂപ്പി മുന്നിൽ നിന്നു. ദൃഷ്ട്വാ തം ജാനകീ ഭീതാ രാവണോയം ഉപാഗത
മാം മോഹയിതുമായാതോ മായയാ വാനരാകൃതി ഇത്യേവം ചിന്തയിത്വാ സാ തൂഷ്ണീമാസീദതോ മുഖി പുനരപ്യാഹതാം സീതാം ദേവി യത്വം വിശങ്കസേ നാഹം തഥാവിധോ മാദസ്ത്യജ ശങ്കാം മയി സ്ഥിതാം ദാസോഹം കൗസലേന്ദ്രസ്യ രാമസ്യ പരമാത്മനഃ സജീവോ അഹം ഹരീന്ദ്രസ്യ സുഗ്രീവസ്യ ശുഭപ്രദേ വായോപുത്രോഹം അഖില പ്രാണഭൂതസ്യ ശോഭനേ. അവനെ കണ്ടപ്പോൾ ഈ വന്നത് രാവണനാണ്, മായ കൊണ്ട് വാനരാകൃതി കൊണ്ട് എന്നെ മോഹിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് എന്ന് വിചാരിച്ച് സീത നടുങ്ങി. ഇങ്ങനെ ചിന്തിച്ച് സീത മുഖം കുനിച്ച് ഇരുന്നു. പിന്നെയും ആ സീതയോട് മാരുതി പറഞ്ഞു, ദേവി, ഞാൻ അങ്ങ് ശങ്കിക്കുന്ന വിധത്തിലുള്ള രാവണനല്ല. അമ്മേ, എന്നിലുള്ള ശങ്ക വെടിഞ്ഞാലും ഞാൻ കോസലപതിയായ ശ്രീരാമ പരമാത്മാവിൻ്റെ ദാസനാണ്, കവീന്ദ്രനായ സുഗ്രീവന്റെ മന്ത്രിയുമാണ്. അല്ലയോ ശുഭപ്രദേ, ഞാൻ എല്ലാ ജീവികൾക്കും പ്രാണനായ വായുവിൻ്റെ മകനുമാണ്. തച്ഛ്രുത്വാ ജാനകീ പ്രാഹ ഹനുമന്തം കൃതാഞ്ജലിം വാനരാണാം മനുഷ്യാണാം സംഗതിർഘടതേ കഥം യഥാ ത്വം രാമചന്ദ്രസ്യ ദാസോഹം ഇതി ഭാഷസേ താമാഹ മാരുതി പ്രീതോ ജാനകീം പുരതസ്ഥിത. അത് കേട്ട് ജാനകി കൈ തൊഴുതു നിന്ന് മാരുതിയോട് ചോദിച്ചു, നീ പറയുന്നത് രാമചന്ദ്രന്റെ ദാസനാണ് നീ എന്നാണല്ലോ. പക്ഷേ ഈ കവികൾക്കും മാനവർക്കും തമ്മിൽ ചേർച്ച എങ്ങനെയാണ് സാധ്യമാകുക? മുമ്പിൽ നിന്ന് മാരുതി പ്രീതനായി ജാനകിയോട് പറഞ്ഞു, ഋഷ്യമൂകമഗാദ് രാമശബര്യാനോദിതസുധീ സുഗ്രീവോ ഋഷ്യമൂകസ്ഥോ ദൃഷ്ടവാൻ രാമലക്ഷ്മണൗ ഭീതോ മാം പ്രേഷയാമാസ ജ്ഞാതും രാമസ്യ ഹൃദ്ഗതം ബ്രഹ്മചാരിവപുർധൃത്വാ ഗതോഹം രാമസന്നിധിം. ശബരിയാൽ നിർദ്ദേശിക്കപ്പെട്ടവനും ബുദ്ധിമാനുമായ രാമൻ ഋഷ്യമുഖത്തിലേക്ക് പോയി. ഋഷ്യമുഖത്തിൽ വസിച്ചിരുന്ന സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ കണ്ടു. ഭീതനായ അദ്ദേഹം രാമന്റെ മനോഗതം അറിയാൻ എന്നെ നിയോഗിച്ചു. ബ്രഹ്മചാരി വേഷം ധരിച്ച് ഞാൻ രാമന്റെ അരികിലെത്തി. ജ്ഞാത്വാ രാമസ്യ സദ്ഭാവം സ്കന്ധോപരിനിധായ തൗ നീത്വാ സുഗ്രീവ സാമീപ്യം സഖ്യം ചാഗരവം തയോ സുഗ്രീവസ്യ ഹൃദാ ഭാര്യ ബാലിനാ തം രഘൂത്തമ യഖാനൈകേന ബാണേന തതോ രാജ്യേ അഭ്യഷേചയത്. രാമന്റെ സതുദ്ദേശം അറിഞ്ഞ് ഞാൻ രാമലക്ഷ്മണന്മാരെ തോളിലേറ്റിയിട്ട് സുഗ്രീവ സമീപം എത്തിക്കുകയും അവരെ തമ്മിൽ സഖ്യം ചെയ്യിക്കുകയും ചെയ്തു. സുഗ്രീവന്റെ ഭാര്യയെ ബാലി അപഹരിച്ചിരുന്നു. ആ ബാലിയെ രഘുവരൻ ഒരൊറ്റ ബാണം കൊണ്ടാണ് വധിച്ചത്. സുഗ്രീവം വാനരാണാം സപ്രേഷയാമാസ വാനരാൻ ദിഗ്ഭ്യോ മഹാബലാൻ വീരാൻ ഭവത്യാ പരിമാർഗണേ ഗച്ഛന്തം രാഘവോ ദൃഷ്ട്വാ മാം അഭാഷത സാദരം ത്വയി കാര്യമശേഷം മേ സ്ഥിതം മാരുതനന്ദന ബ്രൂഹി മേ കുശലം സർവം സീതായൈ ലക്ഷ്മണസ്യ ച. സുഗ്രീവനെ വാനരന്മാരുടെ രാജാവായി വാഴിച്ചു. പിന്നെ അദ്ദേഹം ഭവതിയെ തേടി നാനാദിക്കിലേക്ക് മഹാശക്തരായ കവികളെ അയച്ചു. അങ്ങനെ വരുന്ന എന്നെ നോക്കി രാമൻ പ്രീതിപൂർവം പറഞ്ഞു, വായുപുത്ര, എൻ്റെ കാര്യം അശേഷം നിന്നിലാണ് നിലകൊള്ളുന്നത്. എൻ്റെയും ലക്ഷ്മണൻ്റെയും കുശലമെല്ലാം സീതയെ അറിയിക്കുക. അങ്കുലീയകമേ തന്മേ പരിജ്ഞാനാർത്ഥമുത്തമം സീതായൈ ദീയതാം സാധുമന്നാമാക്ഷരമുദ്രിതം ഇതി കൃത്വാ പ്രദദൗ മഹ്യം കരാഗ്രാത് അങ്കുലീയകം പ്രയത്നേന മയാണീതം ദേവി പശ്യ അങ്കുലീയകം. എൻ്റെ നാമാക്ഷരം കൊത്തിയ ഈ ഉത്തമ മോതിരം നിന്നെ നന്നായി അറിയാനുതകുമാറ് സീതയ്ക്ക് നൽകണം. ഇങ്ങനെ ചൊല്ലിയിട്ട്
മോതിരം കൈവിരലിൽ നിന്ന് ഊരി എന്നെ ഏൽപ്പിച്ചു. അല്ലയോ ദേവി, സൂക്ഷ്മതയോടെ ഞാൻ കൊണ്ടുവന്ന ഈ മോതിരം കണ്ടാലും ഇതി കുത്വാ പ്രദദൗ ദേവി മുദ്രികാം മാരുതാത്മജ നമസ്കൃത്യ സ്ഥിതോ ദൂരാത് ബദ്ധാഞ്ജലിപുടോ ഹരി. ഇങ്ങനെ പറഞ്ഞ് ദേവിക്കായി അങ്കുലീകം അർപ്പിച്ച് താണു വണങ്ങിയിട്ട് തൊഴുകയ്യോടെ ആ കവി അകലെ നിൽപ്പായി. ദൃഷ്ട്വാ സീതാ പ്രമുദിതാ രാമനാമാങ്കിതാം തദാ മുദ്രികാം ശിരസാ ധൃത്വാ സ്രവദാനന്ദനേത്രജ കവേ മേ പ്രാണദാതാ ത്വം ബുദ്ധിമാനസി രാഘവേ ഭക്തോസി പ്രിയകാരീ ത്വം വിശ്വാസോസ്തി തവൈവ ഹി നോ ചേത് മത്സന്നിധിം ജാന്യം പുരുഷം പ്രേഷയേത് കഥം ഹനൂമൻ ദൃഷ്ടമഖിലം മമ ദുഃഖാധികം ത്വയാ. രാമനാമം രേഖപ്പെടുത്തിയ മോതിരം കണ്ട് സീതയപ്പോൾ വളരെ സന്തോഷിച്ചു. മോതിരം നിറകയിൽ വെച്ച് കണ്ണീർ ചൊരിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു തുടങ്ങി, അല്ലയോ കവിവര, നീ എനിക്ക് ജീവൻ തന്നവനാണ്. ബുദ്ധിമാനും രാമഭക്തനും പ്രിയങ്കരനുമാണ് നീ. നിന്നിലേ അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ എൻ്റെ സമീപത്തേക്ക് അയക്കുന്നത് എങ്ങനെ? അല്ലയോ മാരുതി, എൻ്റെ ദുഃഖാദികളെല്ലാം നീ കണ്ടല്ലോ. സർവം കഥയ രാമായ യഥാമേ ജായതേ ദയാ മാസദ്വയാവധി പ്രാണാസ്താസ്യന്തി മമ സത്തമ നാഗമിഷ്യതി ചേത് രാമോ ഭക്ഷയിഷ്യതി മാം ഖല അത ശീഘ്രം കപീന്ദ്രേണ സുഗ്രീവേണ സമന്വിത. എൻ്റെ നേരെ ദയതോന്നത്തക്ക വിധം എല്ലാം രാമനോട് പറയുക. സത്തുക്കളിൽ ശ്രേഷ്ഠ, എൻ്റെ പ്രാണൻ ഇനി 2 മാസമേ നിലനിൽക്കൂ. അതിനകം രാമൻ വന്നില്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ എന്നെ ഭക്ഷിക്കും. അതുകൊണ്ട് കവീന്ദ്രനായ സുഗ്രീവനോടും വാനര സേനകളോടുമൊത്ത് ഇവിടെ വന്ന് വാനരാനീകപൈസാർദ്ധം ഹത്വാ രാവണമാഹവേ സപുത്രം സബലം രാമോ യതി മാം മോചയേത് പ്രഭു യത്തസ്യ സദൃശം വീര്യം ധീരാ വർണ്ണയ വർണ്ണിതം യഥാ മാം താരേത് രാമോ ഹത്വാ ശീഘ്രം ദശാനനം തഥാ യതസ്വഹനുമാൻ വാചാധർമ്മമാബ്നുഹി. അതുകൊണ്ട് കവീന്ദ്രനായ സുഗ്രീവനോടും വാനരസേനാപതികളോടുമൊത്ത് ശീഘ്രമെത്തി സേനകളോടും സന്താനത്തോടും ചേർന്ന് രാവണനെ പോരിൽ കൊന്ന് ഭഗവാൻ രാമൻ എന്നെ മോചിപ്പിക്കുമെങ്കിൽ അല്ലയോ വീര, അദ്ദേഹത്തിൻ്റെ ആ ധീരത സദൃശവും സമുചിതവുമെന്ന് എല്ലാവരും വർണ്ണിക്കും. അല്ലയോ ഹനുമാൻ, എങ്ങനെയായാൽ ശീഘ്രം രാവണനെ വധിച്ച് രാമൻ എന്നെ വീണ്ടെടുക്കുമോ അവ്വിധം യത്നിക്കുക. അങ്ങനെ വാക്കുകൊണ്ട് ധർമ്മം നേടുക. ഹനുമാൻ അവിതാമാഹദേവീ ദൃഷ്ടോ യഥാമയ രാമ സലക്ഷ്മണ ശീഘ്രമാഗമിഷ്യതി സായുധ സുഗ്രീവേണ സസൈന്യേന ഹത്വാ ദശമുഖം ബലാത് സമാനേഷ്യതി ദേവീ ത്വം അയോധ്യാം ന അത്ര സംശയഃ. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അല്ലയോ ദേവി, ലക്ഷ്മണസമേതനായ രാമൻ എപ്പോൾ എന്നാൽ കാണപ്പെടുന്നുവോ അപ്പോൾ തന്നെ സേനാസഹിതനായ സുഗ്രീവനുമൊത്ത് സായുധനായി വന്നു ചേരും. രാവണനെ സംഹരിച്ച് അങ്ങയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകും. ഇതിൽ സംശയമേയില്ല. തമാഹ ജാനകീ രാമ കഥം വാരിതിമാതം തീർത്വായാ സത്യമേയാത്മാ വാനരാനീകപൈസഹ ഹനുമാനാഹമേ സ്കന്ധാവാരൂഹ്യ പുരുഷർഷഭൗ ആയാസ്യതസ്സ സൈന്യശ്ച സുഗ്രീവോ വാനരേശ്വര വിഹായ സാക്ഷണേനൈവ തീർത്വാ വാരിതിമാതം നിർദഹിഷ്യതി രക്ഷൗഖാംസ്തത് കൃതേനത്ര സംശയഃ. അവനോട് ജാനകി ചോദിച്ചു, ഈ അമേയാത്മാവായ രാമൻ വാനര പടനായകരോടൊത്ത് വിസ്തൃതമായി ഈ സമുദ്രത്തെ എങ്ങനെയാണ് താണ്ടുക? ഹനുമാൻ പറഞ്ഞു, എൻ്റെ തോളിലേറിയാണ് ആ നവവരർ ഇരുവരും വരുന്നത്. സേനാസമേതനായ വാനരാധിപൻ സുഗ്രീവനും ക്ഷണം കൊണ്ടു തന്നെ വിശാലമായ ജലധി
ഗഗനമാർഗം കടന്നു വന്ന് അവിടത്തേക്കായി രാക്ഷസ പരീക്ഷകളെ ചുട്ടരിക്കും. ഇതിൽ സന്ദേശമേ ഇല്ല. അനുജ്ഞാം ദേഹി മേ ദേവി ഗച്ഛാമി ത്വരയാന്വിത ദ്രഷ്ടും രാമം സഖഭ്രാതാത്വരയാമി തവാന്തികം. ദേവി കിഞ്ചിദഭിജ്ഞാനം ദേഹി മേ യേന രാഘവ വിശ്വസേമ്രാം പ്രയത്നേന തതോ ഗന്ധാ സമുത്സുക തത കിഞ്ചിത് വിചാര്യാത സീതാ കമലലോചന വിമുച്യ കേശപാശാന്തേ സ്ഥിതാം ചൂഢാമണിം ദദൗ അനേന വിശ്വസേദ രാമ ത്വാം കപീന്ദ്ര സലക്ഷ്മണ. ദേവി, എനിക്ക് വിട തന്നാലും അനുജനോടൊത്ത രാമനെ കാണാൻ അതിവേഗം ഞാൻ പോകട്ടെ. അവിടുത്തെ സന്നിധി ദർശിപ്പാനും എനിക്ക് ധൃതിയുണ്ട്. അല്ലയോ ദേവി, രാഘവൻ എന്നെ വിശ്വസിക്കുമാറ് എന്തെങ്കിലും ഒരടയാളം കൂടി എനിക്ക് തരുമാറാകണം. പിന്നെ പ്രയത്നപൂർവം ഞാൻ ഉത്സാഹത്തോടെ പൊയ്ക്കൊള്ളാം. അനന്തരം കമലലോചനയായ സീത അല്പമൊന്ന് ആലോചിച്ചിട്ട് മുടിക്കെട്ടിനുള്ളിൽ ഇരുന്ന ചൂടാമണി എടുത്തു കൊടുത്തു. കവീന്ദ്ര, ഇതിനാൽ ലക്ഷ്മണസമേതനായ രാമൻ നിന്നെ വിശ്വസിച്ചുകൊള്ളും. അഭിജ്ഞാനാർത്ഥമന്യശ്ചവദാമി തവ സുവ്രത ചിത്രകൂടഗിരൗ പൂർവമേകദാ രഹസി സ്ഥിത മദംഗേ ശിര ആധായ നിദ്രാതി രഘുനന്ദന ഐന്ദ്ര കാഗതസ്ഥാഗത്യ നഖൈസ്തുണ്ഡേന ജാസകൃത് മത്പാദാങ്കുഷ്ടമാരക്തം വിദധാരാമിഷാശയ. തതോ രാമപ്രബുദ്ധ്യാദ ദൃഷ്ട്വാ പാദം കൃതവ്രണം കേന ഭദ്രേ കൃതം ചൈതത് വിപ്രിയം മേ ദുരാത്മന ഇത് കുർവാ പുരതോ പശ്യത് വായസം മാം പുനഃ അഭിദ്രവന്തം രക്താക്ത നഖതുണ്ടം ചുകോപഹ. പിന്നെ അടയാളത്തിന് ഞാൻ മറ്റൊന്ന് നിന്നോട് പറയാം. മുമ്പൊരിക്കൽ ചിത്രകൂടഗിരിയിൽ ഏകാന്തതയിൽ കഴിഞ്ഞ രാമൻ എൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. അപ്പോൾ ഇന്ദ്രപുത്രനായ ജയന്തൻ കാക്കയായി വന്ന് എൻ്റെ അരുമയായ കാൽ പെരുവിരൽ ഇറച്ചി കൊതിയാൽ നഖം കൊണ്ടും ചുണ്ടുകൊണ്ടും പല ഒരു കൊത്തിക്കീറി. രാമൻ ഉണർന്ന് മുറിവേറ്റ എൻ്റെ പാദം കണ്ട് ചോദിച്ചു, ഭദ്രേ, ഏത് ദുഷ്ടനാണ് ഇപ്രകാരം കടുങ്കൈ ചെയ്തത്? ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ നേരെ വീണ്ടും വീണ്ടും പാഞ്ഞെടുക്കുന്ന ചോര പുരണ്ട നഖവും ചുണ്ടുമുള്ള കാക്കയെ മുന്നിൽ കണ്ട് കോപമുണ്ടായി രാമന്. തൃണമേക ഉപാദായ ദിവ്യാസ്ത്രീണാഭിയോജ്യതത് ചിക്ഷേപയിലയാ രാമോ വായസോപരിതജ്വലത് അഭ്യദ്രവദ്വായസശ്ച ഭീതോ ലോകാൻ ഭ്രമൻ പുന ഇന്ദ്രബ്രഹ്മാദിവിശ്വാപി ന ശക്യോ രക്ഷിതും തഥാ രാമസ്യ പാദയോരഗ്രേ അപതദ്ഭീത്യാദയാനിധേ ശരണാഗതമാലോക്യ രാമസ്തം ഇതമബ്രവീത്. ഒരു പുൽക്കൊടിയെടുത്ത് അത് ദിവ്യാസ്ത്രമായി വിനോദാർത്ഥമായി രാമൻ കാക്കയ്ക്ക് നേരെ അയച്ചു. ജ്വലിക്കുന്ന അത് പാഞ്ഞെത്തിയപ്പോൾ പേടി കൊണ്ട് കാക്ക എല്ലാ ലോകങ്ങളിലും പല ഉരു ചുറ്റി. ഇന്ദ്രബ്രഹ്മാദികളാൽ പോലും രക്ഷിപ്പാനാകാത്ത നിലയിലായി. അപ്പോൾ ഭീതിയോടെ ദയാനിധിയായ രാമന്റെ കാൽക്കൽ വന്ന് പതിച്ചു. ശരണാഗതനായ അവനെ തൃക്കൺ പാർത്ത് രാമൻ ഇങ്ങനെ പറഞ്ഞു, അമോഘമേതസ്ത്രം മേ ദത്വകാക്ഷമിതോ വ്രജ സവ്യം ദത്വാഗത കാക ഏവം പൗരുഷവാനപി ഉപേക്ഷതേ കിമർത്ഥം മാം ഇദാനീം സോപി രാഘവ ഹനുമാനപിതാമാഹ ശ്രുത്വാ സീതാനുഭാഷിതം. ദേവീ ത്വാം യതി ജാനാതി സ്ഥിതാമത്ര രഘൂത്തമ കരിഷ്യതി ക്ഷണാത് ഭസ്മ ലങ്കാം രാക്ഷസമണ്ഡിതാം. എൻ്റെ ഈ അമ്പ് വൃഥാ പോകുന്നതല്ല. ഒരു കണ്ണ് നൽകിയിട്ട് നീ ഇവിടം വിട്ടു പോയിക്കൊള്ളൂ. അങ്ങനെ ഇടത് കണ്ണ് നഷ്ടപ്പെട്ട് ആ കാക്ക സ്ഥലം വിട്ടു. ഇത്ര പൗരുഷശാലിയായിട്ടും എന്താണ് ആ രാഘവൻ എന്നെ ഇപ്പോൾ തള്ളിക്കളയുന്നത്? സീതയുടെ വാക്ക് കേട്ട് ഹനുമാൻ പറഞ്ഞു, ദേവി, അങ്ങ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ രാക്ഷസർ തിങ്ങുന്ന ഈ ലങ്കയെ രഘുവരൻ ക്ഷണത്തിൽ ഭസ്മീകരിക്കും.
ജാനകീ പ്രാഹതം വത്സക്കഥം ത്വം യോത്സസേ അസുരേ അതിസൂക്ഷ്മവപുഃ സർവേ വാനരാശ്ച ഭവാദൃശ ശ്രുത്വാ തദ്വചനം ദേവ്യൈ പൂർവരൂപമദർശയത് മേരുമന്തരസങ്കാശം രക്ഷോഗണവിഭീഷണം ദൃഷ്ട്വാ സീതാ ഹനൂമന്തം മഹാപർവതസന്നിഭം ഹർഷേണ മഹദാവിഷ്ട പ്രാഹതം കപികുഞ്ചരം. അപ്പോൾ ജാനകി അവനോട് ചോദിച്ചു, കുഞ്ഞേ, നീ തീരെ ലോല ശരീരനാണല്ലോ, എങ്ങനെ ഈ അസുരന്മാരോട് യുദ്ധം ചെയ്യും? എല്ലാ വാനരരും നിന്നെപ്പോലെ ആയിരിക്കുമല്ലോ. അത് കേട്ട് മാരുതി തൻ്റെ യഥാർത്ഥ രൂപം ദേവിക്ക് കാട്ടിക്കൊടുത്തു. മേരുമന്തരഗിരികൾക്ക് തുല്യനും രാക്ഷസഗണങ്ങളെ ഭീതിപ്പെടുത്തുന്നവനും മഹാപർവ്വത സദൃശനുമായ ഹനുമാനെ കണ്ട് വലിയ ആഹ്ലാദത്താൽ ആവേശം കൊണ്ട സീത ആ കവിവരനോട് പറഞ്ഞു, സമർത്ഥോസി മഹാസത്വ ദക്ഷ്യന്തി ത്വാം മഹാബലം രാക്ഷസ്യസ്തേ ശുഭപന്ഥാഗച്ഛ രാമാന്തികം ദ്രുതം ഭുക്ഷിതകവിപ്രാഹ ദർശനാത് പാരണം മമ ഭവിഷ്യതി ഫലൈ സർവൈ തവ ദൃഷ്ടൗ സ്ഥിതൈർഹിമേ. തികഞ്ഞ കരുത്തുറ്റവനായ നീ സമർത്ഥനാണ്. ഇനി ഇവിടെ നിന്നാൽ പ്രബലനായ നിന്നെ രാക്ഷസികൾ കണ്ടേക്കാം. പെട്ടെന്ന് രാമ സമീപത്ത് ചെല്ലുക, നിന്റെ മാർഗം ശോഭനമാകട്ടെ. വിശന്നു വലഞ്ഞ കവി പറഞ്ഞു, ദേവിയെ ദർശിച്ചു കഴിഞ്ഞതിനാൽ അവിടുത്തെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ പഴങ്ങളെല്ലാം എനിക്കിനി പാരണമായി ഭവിക്കട്ടെ. തദേതുക്ത സജാനജ്ഞാ ഭക്ഷയിത്വാ ഫലം കവി തത പ്രസ്താപിതോ ഗച്ഛ ജാനകീം പ്രണിപത്യസ കിഞ്ചിത് ദൂരമധോ ഗത്വാ സ്വാത്മന്യേവാന്വചിന്തയത്. അങ്ങനെയാകട്ടെ എന്ന് ജാനകി പറഞ്ഞ ഉടൻ ആ കവി ഫലങ്ങൾ ഭുജിച്ചു തുടങ്ങി. അതിനുശേഷം ജാനകിയെ നമസ്കരിച്ചിട്ട് അവൻ നടകൊണ്ടു. കുറേ ദൂരം ചെന്നപ്പോൾ അയാൾ ചിന്തിച്ചു, കാര്യാർത്ഥമാഗതോ ദൂത സ്വാമി കാര്യാവിരോധത അന്യത് കിഞ്ചിത് സമ്പാദ്യ ഗച്ഛത്യധമ ഏവസ അദോഹം കിഞ്ചിതന്യച്ചകൃത്വാ ദൃഷ്ട്വാധരാവണം സംഭാഷിച്ചതോ രാമദർശനാർത്ഥം പ്രജാമ്യഹം. ഒരു കാര്യത്തിനായി വരുന്ന ദൂതൻ സ്വാമി കാര്യത്തിന് അനുരോധമാവണ്ണം മറ്റൊരു കാര്യം കൂടെ സാധിക്കാതെ അങ്ങ് പോയാൽ അവൻ ഒരു അധമൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും കൂടെ ചെയ്ത് രാവണനെ കണ്ട് സംഭാഷണവും നടത്തിയതിനു ശേഷം രാമദർശനത്തിനായി പോവുക തന്നെ. ഇത് നിശ്ചിത്യ മനസാ വൃക്ഷഖണ്ഡാൻ മഹാബല ഉത്പാട്യ അശോകവനികാം നിർവൃക്ഷാം അകരോക്ഷണാത് ഗീതാശ്രയനകം ത്യക്ത്വാ വനം ശൂന്യം ചകാരസ ഉത്പാടയന്തം വിപിനം ദൃഷ്ട്വാ രാക്ഷസയോഷിതഃ അപൃച്ഛൻ ജാനകീം ഗോസൗ വാനരാകൃതിരുദ്ഭട. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ആ മഹാബലവാൻ അവിടെ നിന്ന് വൃക്ഷങ്ങളെ കുറേ കടവുഴക്കി. ഞൊടിയിടയിൽ അശോകവനിക വൃക്ഷശൂന്യമാക്കി. സീതയ്ക്കാവശ്യമായ മരമൊഴിച്ച് ഉപവനമെല്ലാം അവൻ ശൂന്യനാക്കി. വനം തകർക്കുന്ന അവനെ കണ്ടപ്പോൾ രാക്ഷസിമാർ സീതയോട് ചോദിച്ചു, വാനരരൂപിയായ ഈ ഉദ്ദണ്ഡൻ ആരാണ്? ജാനകി ഉവാച ഭവത്യേവ ജാനന്തീമായാം രാക്ഷസ നിർമ്മിതാം നാഹമേനം വിജാനാമി ദുഃഖശോകസമാകുല ഇത്യുക്താ ത്വരിതം ഗത്വാ രാക്ഷസ്യോ ഭയപീഡിതാഃ ഹനുമതാ കൃതം സർവം രാവണായ ന്യവേദയൻ. ജാനകി പറഞ്ഞു, രാക്ഷസ നിർമ്മിതമായ മായ ഭവതിമാർക്കേ അറിയാനാവൂ. അഴലിൽ ഉഴലുന്ന എനിക്ക് ഇവനെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ സീത പറഞ്ഞ ഉടൻ രാക്ഷസിമാർ ഭയന്ന് നടുങ്ങി. പെട്ടെന്ന് ചെന്ന് ഹനുമാൻ ചെയ്ത കാര്യമെല്ലാം രാവണനെ അറിയിച്ചു. ദേവഗച്ചിൻ മഹാസത്വോ വാനരാകൃതി ദേഹപ്രത് സീതയാ സഹ സംഭാഷ്യ അശോകവനികാം ക്ഷണാത് ഉത്പാട്യ ചൈതപ്രാസാദം ബഭഞ്ജ അമിത വിക്രമഃ. ഇങ്ങനെ സീത പറഞ്ഞത് കേട്ട് രാക്ഷസിമാർ ഭയന്ന് നടുങ്ങി. പെട്ടെന്ന് ചെന്ന് ഹനുമാൻ ചെയ്ത കാര്യമെല്ലാം രാവണനെ അറിയിച്ചു. അല്ലയോ ദേവ, വാനരാകൃതിയിൽ
ഉടൽവേറിയ ഒരു മഹാസത്വം സീതയുമായി സംഭാഷണം ചെയ്തതിനു ശേഷം അശോകവനിക താറുമാറാക്കി ആ മഹാവിക്രമി യജ്ഞമന്ദിരം ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. പ്രാസാദരക്ഷണ സർവാൻ ഹത്വാ തത്രൈവതസ്ഥിതാൻ തച്ഛൃത്വാ തൂർണമുദ്ധായ വനഭംഗം മഹാപ്രിയം കിങ്കരാൻ പ്രേഷയാമാസ നിയുതം രാക്ഷസാധിപ നിഭഗ്നജയിത്യപ്രാസാദ പ്രഥമാന്തര സംസ്ഥിത ഹനുമാൻ പർവതാകാരോ ലോകസ്തംഭകൃതായുധ കിഞ്ചില്ലാങ്കൂലചലനോ രക്താസ്യോ ഭീഷണാകൃതി ആപദന്തം മഹാസംഘം രാക്ഷസാനാം ദദർശസ ചകാര സിംഹനാദം ച ശ്രുത്വാ തേ മുമുഹുർഭൃശം. അവൻ പ്രാസാദ രക്ഷകരെയും കൊന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഏറ്റവും അപ്രിയമായ ആ വനഭംഗ വാർത്ത കേട്ട് രാക്ഷസാധിപൻ പിടഞ്ഞെഴുന്നേറ്റു. അനേക ലക്ഷം കിങ്കരന്മാരെ അങ്ങോട്ട് അയച്ചു. ഇരുമ്പു തൂണ് ആയുധമാക്കി താൻ തകർത്ത യജ്ഞമന്ദിരത്തിന്റെ ആദ്യ ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണ് അല്പമായി വാലിളക്കുന്ന ആ തരുണമുഖനായ പർവ്വതാകാരനായ ഭീഷണരൂപിയായ ഹനുമാൻ. രാക്ഷസന്മാരുടെ വൻ കൂട്ടം വരുന്നത് കണ്ട് സിംഹനാദം മുഴക്കി. അത് കേട്ട് രാക്ഷസരിൽ ചിലർ ബോധം കെട്ട് വീണു. ഹനുമന്തമതോ ദൃഷ്ട്വാ രാക്ഷസാ ഭീഷണാകൃതി നിർജഗ്നോർവിവിധാസ്ത്രൗഖൈ സർവരാക്ഷസഘാദിനം തദ ഉത്ഥായ ഹനുമാൻ മുദ്ഗരേണ സമന്തത നിഷ്പേഷ ക്ഷണാദേവ മശകാനിവയൂധപ. രാക്ഷസന്മാരെ ഒന്നാകെ വകവരുത്തുന്ന ഭീകരരൂപിയായ മാരുതിയെ കണ്ടപ്പോൾ ആ രാക്ഷസന്മാർ അദ്ദേഹത്തിനെതിരെ പലതരം ആയുധങ്ങളാൽ പ്രഹരം തുടങ്ങി. പിന്നെ ഹനുമാൻ എഴുന്നേറ്റ് ആനത്തലവൻ ഈച്ചകളെ എന്ന പോലെ ഇരുമ്പുലക്ക കൊണ്ട് പെട്ടെന്ന് ചുറ്റും നിന്ന രാക്ഷസന്മാരെ തച്ച് ചതച്ചു. നിഹതാൻ കിങ്കരാൻ ശ്രുത്വാ രാവണ ക്രോധമൂർച്ഛിത പഞ്ചസേനാപതിം തത്ര പ്രേഷയാമാസ ദുർമദാൻ ഹനുമാനപിതാൻ സർവാൻ ലോഹസ്തംഭേന ജാഹനത് തത ക്രുദ്ധോ മന്ത്രിസുതാൻ പ്രേഷയാമാസ സപ്തസ. കിങ്കരന്മാർ കൊല്ലപ്പെട്ടെന്ന് കേട്ട് കോപം മൂത്ത രാവണൻ മതമത്തന്മാരായ 5 സേനാപതികളെ അങ്ങോട്ടയച്ചു. ഇരുമ്പ് ദണ്ടുകൊണ്ട് ഹനുമാൻ അവരെ എല്ലാവരെയും അടിച്ചു കൊന്നു. അനന്തരം അവൻ 7 മന്ത്രികുമാരന്മാരെയാണ് അയച്ചത്. ആഗതാനവിതാൻ സർവാൻ പൂർവവദ്വാനരേശ്വര ക്ഷണാൻ നിശേഷതോ ഹത്വാ ലോകസ്തംഭേന മാരുതി പൂർവസ്ഥാന ഉപാശ്രിത്യ പ്രതീക്ഷൻ രാക്ഷസാൻ സ്ഥിത തതോ ജഗാമ ബലവാൻ കുമാരോക്ഷ പ്രതാപവാൻ. അവിടെ വന്നുചേർന്ന സകലരെയും വനരാധിപനായ മാരുതി മുമ്പലത്തെ പോലെ ക്ഷണത്തിൽ ഇരുമ്പ് വടികൊണ്ട് നിശേഷം അടിച്ചു കൊന്നു. താൻ മുമ്പിലത്തെ സ്ഥാനത്ത് തന്നെ രാക്ഷസരെ കാത്തു നിൽപ്പായി. പ്രതാപിയും ബലവാനുമായ അക്ഷകുമാരനാണ് പിന്നീട് പോയത്. തമുത്പപാദ ഹനുമാൻ ദൃഷ്ട്വാകാശേ സമുദ്ഗര ഗഗനാത്വരിതോ മൂർധ്നി മുദ്ഗരേണ വ്യഥാടയത് ഹത്വാ തമക്ഷം നിശേഷം ബലം സർവം ചകാരസ. അവനെ കണ്ടപ്പോൾ ഹനുമാൻ ഇരുമ്പു വടിയുമായി ആകാശത്തേക്ക് കുതിച്ചു പൊങ്ങി. ആകാശത്തു നിന്ന് തന്നെ ശീഘ്രം അക്ഷകുമാരന്റെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ട് ആഞ്ഞടിച്ചു. ആ അക്ഷനെ കൊന്നതിന് ശേഷം സൈന്യത്തെയുമെല്ലാം അവൻ നശിപ്പിച്ചു. തതശ്രുത്വാ കുമാരസ്യ വധം രാക്ഷസപുംഗവ ക്രോധേന മഹദാവിഷ്ട ഇന്ദ്രജേതാരം അബ്രവീത് പുത്ര ഗച്ഛാമ്യഹം തത്ര യത്രാസ്തേ പുത്രഹാരിപൂ ഹത്വാ തമധവാ ബദ്ധ്വാ ആനയിഷ്യാമി തേ അന്തികം. അക്ഷകുമാരന്റെ വധവാർത്ത കേട്ട് കോപാവേശനായ ആ രാക്ഷസേശ്വരൻ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, മകനെ, എൻ്റെ കുഞ്ഞിനെ കൊന്ന ശത്രു എവിടെയിരിക്കുന്നുവോ അവിടേക്ക് ഞാൻ പോവുകയാണ്. കൊന്നോ ബന്ധിച്ചോ അവനെ നിന്റെ സമീപം കൊണ്ടുവരാം. ഇന്ദ്രജിത് വിതരം പ്രാഹത്യശോകം മഹാമതേ മയി സ്ഥിതേ കിമർത്ഥം ത്വം ഭാഷസേ ദുഃഖിതം വജ ബദ്ധ്വാനേഷ്യേ ദ്രുതം താതവാനരം ബ്രഹ്മപാശത
ഇതി കുത്വാ രഥമാരൂഹ്യ രാക്ഷസൈർ ബഭുവിർവൃത് ജഗാമവായുപുത്രസ്യ സമീപം വീരവിക്രമ. ഇന്ദ്രജിത്ത് അശ്വനോട് പറഞ്ഞു, മഹാത്മൻ, ദുഃഖം പിടിഞ്ഞാലും ഞാൻ ജീവനോടെ ഇരിക്കവേ എന്തിനാണ് അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? പിതാവേ, ബ്രഹ്മപാശത്താൽ ആ കുരങ്ങനെ ബന്ധിച്ച് വേഗം ഇവിടെ കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ് തേരിലേറി ധാരാളം രാക്ഷസരോടുകൂടി ആ വീരവിക്രമൻ ഇന്ദ്രജിത്ത് മാരുതിയുടെ സമീപത്തേക്ക് ചെന്നു. തതോ അതിഗർജിതം ശ്രുത്വാ സ്തംഭമുദ്യമ്യ വീര്യവാൻ ഉത്പപാദനഭോദേശം ഗരുത്മാനിവ മാരുതി. തതോ ഭ്രമന്തം നപസി ഹനൂമന്തം ശിലീമുഖൈ വിദ്വാ തസ്യ ശിരോഭാഗം ഇഷുഭിശ്ചാഷ്ടവിപ്പുന ഹൃദയം പാദയുഗളം ഷഡ്ഭിരേകേന വാലധിം ഭേദയിത്വാ തതോ ഘോരം സിംഹനാഥം അഥാകരോത്. തതോ അതിഹർഷാദ് ഹനുമാൻ സ്തംഭമുദ്യമ്യ വീര്യവാൻ ജഘാന സാരഥിം സാശ്വം രഥം ചൂർണയക്ഷണാത്. തതോ അന്യം രഥമാദായ മേഘനാദോ മഹാബല ശീഘ്രം ബ്രഹ്മാസ്ത്രമാദായ ബദ്ധ്വാ വാനരപുംഗവം. നിനായ നികടം രാജ്ഞോ രാവണസ്യ മഹാബല. കടുത്ത അലർച്ച കേട്ടപ്പോൾ വീരനായ ഹനുമാൻ ഇരുമ്പ് തൂണുമുയർത്തി ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചു. മാനത്ത് ചുറ്റുന്ന ഹനുമാനെ ബാണങ്ങളാൽ മുറിപ്പെടുത്തി 8 അമ്പുകളാൽ അവന്റെ ശിരോഭാഗവും 6 കൊണ്ട് ഹൃദയവും കാലണയും വാലും ഭേദിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ഘോരമായ സിംഹനാദം മുഴക്കി. അനന്തരം വീരഹനുമാൻ വമ്പിച്ച ഉത്സാഹത്തോടെ ഇരുമ്പ് തൂണിയർത്തി ക്ഷണത്തിൽ സാരഥിയെ അടിച്ചു കൊന്നു. കുതിരയോടൊപ്പം തേരും പൊടിയാക്കി. അതിശക്തനായ മേഘനാഥൻ പിന്നെ വേറൊരു തേരിൽ കയറി വേഗത്തിൽ ബ്രഹ്മാസ്ത്രമെടുത്ത് വാനരനായകനെ ബന്ധിച്ച് രാവണരാജാവിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. യസ്യ നാമ സതതം ജപന്തി യേ അജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാത് സദ്യ ഏവ പരിമുച്യതത്പദം യാന്തി കോടിരവിഭാസുരം ശിവം. തസ്യൈവ രാമസ്യ പദാംബുജം സദാ ഹൃത്പത്മമധ്യേ സുനിധായ മാരുതി സദൈവ നിർമുക്ത സമസ്തബന്ധന കിം തസ്യ പാശൈർ ഇതൈശ്ച ബന്ധനൈ. ഏതൊരുവന്റെ തിരുനാമം നിരന്തരം യാതൊരുവൻ ജപിക്കുന്നുവോ അവൻ അജ്ഞാനമൂലമായ കർമ്മം വരുത്തിവെച്ച ബന്ധനം ക്ഷണത്തിൽ വിടുവിച്ച് കോടിസൂര്യഭാസുരവും മംഗലമയവുമായ ആ തിരുവടികളിൽ സത്വരം എത്തിച്ചേരുന്നു. ആ രാമന്റെ കാൽത്താരണ മാത്രം എപ്പോഴും ഉൾപ്പൂവിലുറപ്പിച്ച മാരുതി എന്നേക്കുമായി സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ്. അദ്ദേഹത്തിന് ഈ ബ്രഹ്മാസ്ത്രാദി മറ്റു പാശങ്ങളാലും കെട്ടുകളാലും ഒന്നും സംഭവിക്കുകയില്ല. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ തൃതീയ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.